ആന്ധ്രാപ്രദേശിൽ മൂന്നാമത്തെ കുട്ടിക്ക് ജന്മം നൽകുന്ന അമ്മമാർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് തെലുങ്കുദേശം പാർട്ടി MP കാളിശെട്ടി അലപ്പനായിഡു. മൂന്നാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ 50,000 രൂപയും ആൺകുട്ടിയാണെങ്കിൽ പശുവിനെയും പാരിതോഷികമായി നൽകും. ജനസംഖ്യയിൽ ചൈനയെ പിന്തള്ളി ഇന്ത്യ ഒന്നാമതാണെങ്കിലും ജനന നിരക്കിൽ ആശങ്കാജനകമായ നിലയിലാണ് രാജ്യം. ദക്ഷിണേന്ത്യയിലെ ജനസംഖ്യ കുറയുന്നതിനെക്കുറിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആശങ്ക പങ്കുവച്ചിരുന്നു. സമീപഭാവിയിൽ യുവാക്കളുടെ എണ്ണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പിറകിലാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടി MPയുടെ പ്രഖ്യാപനത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും പാർട്ടി നേതാക്കളും സ്വാഗതം ചെയ്തു. ജനസംഖ്യ കുറയുന്നതിന് പരിഹാരമായാണ് പാർട്ടി MP ശമ്പളത്തിൽ നിന്ന് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ജനനനിരക്ക് വർദ്ധിപ്പിക്കാൻ കൂടുതൽ പദ്ധതികൾ ചന്ദ്രബാബു നായിഡു സർക്കാർ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. ഇതിന്റെ മുന്നോടിയായാണ് ചെറുപ്രഖ്യാപനങ്ങൾ എന്നാണ് വിവരം. കൂടുതൽ കുട്ടികളുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി ചന്ദ്രബാബു നായിഡു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രസവ സമയത്ത് കുട്ടികളുടെ എണ്ണം കണക്കിലെടുക്കാതെ വനിതാ ജീവനക്കാർക്കെല്ലാം പ്രസവാവധി അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ 2 തവണ മാത്രമേ പ്രസവാവധി നൽകുമായിരുന്നുള്ളൂ. ഈ നിയന്ത്രണവും എടുത്തുമാറ്റിയിരുന്നു. ജനന നിരക്ക് കുറയുന്നതും പ്രായമാകുന്നവർ കൂടുന്നതും ചൂണ്ടിക്കാട്ടി ജപ്പാന്റെ ഗതി ഉണ്ടാകരുതെന്നും നായിഡു ഓർമ്മിപ്പിച്ചു.